നിമിഷത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരയ്ക്കുന്ന കാലൊച്ച ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലൊച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നേരം തിരുമേനി അല്പം കാടുകളൊക്കെ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിന്റെ ശബ്ദം. നബി തങ്ങളാണെങ്കിൽ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നു ഉറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട നബി തങ്ങളെ കണ്ടതോടുകൂടി കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബി തങ്ങളോട് പറഞ്ഞു, നബി, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ മലമേടനോട് നബി തങ്ങൾ പറഞ്ഞു, ഈ മാനെ അഴിച്ചുവിട്, അത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്തിട്ട് തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്തൊരു വെട്ടിത്തരമാണ് ഈ താങ്കൾ പറയുന്നത്? അല്പം ആലോചിച്ചതിന് ശേഷം മലമേടൻ വീണ്ടും പറഞ്ഞു, ശരി, ഇതിന് പകരം നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ആ ജാമ്യം നിൽക്കാലോ. മലമേടൻ പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിനു പകരം നിന്നെ ഞാൻ അറുത്തുകളയും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലമേടൻ ആ മാനെ അഴിച്ചുവിട്ടു. മാൻ ഓടി പറയും. പറഞ്ഞ സമയം കഴിയാറായല്ലോ, ഇനി വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പോൾ അതാ മലമേടന്റെ കണ്ണ് പൊന്നാര നബിയുടെ കഴുത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അതാ പൊടിപടനങ്ങൾ പറത്തിക്കൊണ്ട് മാൻ എത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്ന് പോയി. എന്തൊരു അത്ഭുതമാണിത്! മലമേടൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ല, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉടനെ തന്നെ മലമേടൻ ആ മാനെ അഴിച്ചുവിടുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിം ആവുകയും ചെയ്തു. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കഥ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.